ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതും ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. ചതയം നക്ഷത്രക്കാർക്ക് ഈ മലയാള പുതുവർഷം എന്താണെന്ന് നോക്കാം. വേഴം 5-ലാണ് വരുന്നത്. വേഴം 5 എന്ന് വരുന്നാൽ അത് 5 സന്താനഭാവമാണ്. 5 ഗുണം ആണ്. വേഴം 5 വരുന്നത് സന്താനങ്ങളെ കൊണ്ട് ഗുണങ്ങളുണ്ടാകാനും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളുണ്ടാകാനും സന്താനങ്ങൾ വഴി മനസ്സുഖമുണ്ടാകാനും ഒക്കെ വേഴം 5 നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ 5 വേഴം ഗുണം തരും. എന്നാൽ ശനി 2-ലാണ് ഈ ചതയ നക്ഷത്രക്കാർക്ക് വരുന്നത്. 2 ശനി ധനനഷ്ടങ്ങളുണ്ടാക്കും. അതായത് ശനി 2 എന്ന് പറയുന്നത് ധനസ്ഥാനമാണ്, വാക്കിൻ്റെ സ്ഥാനമാണ്, കുടുംബത്തിൻ്റെ സ്ഥാനമാണ് 2. അപ്പോൾ 2 ശനി വരുന്നത് ധനനഷ്ടങ്ങളുണ്ടാക്കും, കുടുംബ കലഹങ്ങളുണ്ടാക്കും, വാക്ക് തർക്കങ്ങളുണ്ടാക്കും, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയില്ലാണ്ട് വരും, കുടുംബത്തിൽ മനക്ലേശങ്ങളുണ്ടാകും, കുടുംബത്തിൽ ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7.5 ശനി സമയമാണ്. 7.5 ശനി ഇവരെ സംബന്ധിച്ച് വളരെയധികം ദോഷാനുഭവങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുള്ള സമയമാണ്. 7.5 ശനി തീരാറായിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച്. എന്നാലും മീനക്കൂറിൽ നിൽക്കുന്ന ശനി മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുമ്പോഴാണ് ഇവരുടെ 7.5 ശനി തീരുള്ളൂ. അപ്പോൾ 7.5 ശനി ദോഷാനുഭവങ്ങൾ തരും. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ വരും. ഇവരെ സംബന്ധിച്ച് അപകടങ്ങൾ ഉണ്ടാകാം. 7.5 ശനിയിലെ അപകടങ്ങൾ പതിവാണ്, തൊഴിൽ തടസ്സങ്ങൾ പതിവാണ്. ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല കേട്ടോ. ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് നിന്നാൽ ഈ ദോഷാനുഭവങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി ഉണ്ടാകും. എന്നാൽ അതല്ലാത്തവർക്ക് 7.5 ശനി വളരെയധികം ദോഷാനുഭവങ്ങൾ തരും. കൂടാതെ രാഹു ജന്മരാശിയിലാണ് നിൽക്കുന്നത്, കുംഭൻ രാശിയിലാണ്. അതായത് ചതയ നക്ഷത്രക്കാരുടെ ജന്മരാശിയാണ് കുംഭം. അപ്പോൾ രാഹു ജന്മരാശിയിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകും, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകും, ശരീരസുഖം കുറയും, രോഗങ്ങളും രോഗാദി ദുരിതങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത രാഹു ജന്മത്തിൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ കേതു 7-ലാണ് നിൽക്കുന്നത്. കേതു 7-ൽ നിന്നാൽ ദാമ്പത്യ കലഹമുണ്ടാകും. 7 ഭാര്യ-ഭർത്തൃ സ്ഥാനമാണ്, ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ സ്ഥാനമാണ് 7. അപ്പോൾ അവിടെ കലഹം, ദാമ്പത്യ കലഹം, ഭാര്യ-ഭർത്തൃ കലഹം, ദാമ്പത്യ സുഖഹീനത, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭാര്യ-ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം കേതു 7-ൽ നിന്നാൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 5-ൽ നിൽക്കുന്നത് മാത്രമേ അവർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം 7.5 ശനി ദോഷവും രാഹു ജന്മത്തിൽ നിൽക്കുന്നതും കേതു 7-ൽ നിൽക്കുന്നതും ദോഷാനുഭവങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ശാസ്താപ്രീതി നേടണം. അതായത് ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. ശനീശ്വരന് എള്ള് നിവേദ്യം വെക്കാം, നീരാഞ്ജനം, ശനീശ്വര പൂജ, ഇതെല്ലാം ശനീശ്വരന് വേണ്ടി ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് 7.5 ശനി അയക്കുന്ന ഈ നക്ഷത്രക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 7.5 ശനിക്ക് ഏറ്റവും കൂടുതൽ വഴിപാടിനെക്കാട്ടും കൂടുതൽ ഉപകാരം വരുന്നത് അല്ലെങ്കിൽ മുക്തി കിട്ടുന്നത് അവരെ സംബന്ധിച്ച് 7.5 ശനിക്കാർക്ക് 7.5 ശനിക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ദാനധർമ്മങ്ങൾ ആർക്ക് ചെയ്യണം? വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അംഗവൈകല്യമുള്ളവർക്കോ മുടന്തന്മാർക്കോ ഒക്കെ 7.5 ശനിക്കാർ ദാനധർമ്മങ്ങൾ ചെയ്താൽ അവരുടെ 7.5 ശനി ദോഷത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടാവുന്നതാണ്. കൂടാതെ ഗണപതിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഗണപതിക്ക് ത്രിമധുരം കൊടുക്കാം, കറുകമാല ചാർത്താം, വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം. അതുകൂടാതെ നാളികേരം മുടച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഗണപതി പ്രീതി തരുന്നതിന് നല്ലതാണ്. പിന്നെ നാഗങ്ങൾക്ക് വഴിപാട് നടത്താം. നാഗരാജാവിന് നാഗേക്ഷിയമ്മകൾക്കൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ ചതയം നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങൾ കുറക്കാൻ സാധിക്കും. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.